ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ തെണ്ടിത്തരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നലെയൊക്കെ ഇവരുടെ പിന്നിലേക്കൂടിയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ വളരെ കാര്യമായിട്ടുള്ള ചർച്ചയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമായി ആൾക്കാർക്കൊക്കെ തലച്ചോറ് തിരിച്ചു കിട്ടിയ പ്രതീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാരെ കമ്പനി കുറ്റം ചെയ്തിരിക്കുന്നു, ലീഡർമാർ നമ്മളെ ചതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ നമ്മുടെ പോലും അവൻ്റെ ലീഡറെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കാണാൻ ഇടയായി. അപ്പോൾ അവനെ ബൈക്ക് റേസ് ചെയ്ത് പക്ഷെ ചേസ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സാഹസികമായ കാര്യങ്ങളും അവനവിടെ പറയുകയുണ്ടായി. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈറിച്ചിൻ്റെ തട്ടിപ്പുകളുടെ എല്ലാം മൊത്ത കച്ചവടം എടുത്തിരിക്കുന്ന, വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്ത കച്ചവടം എടുത്തിരിക്കുന്ന നമ്മുടെ ഒരു ഹൈറിച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ സമ്പാദ്യം ഉണ്ടാക്കിയ ഒരു ലീഡർ മിസ്റ്റർ അയ്യൂബ് ഖാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അയ്യൂബ് ഖാൻ ടോൾ ഫ്രീ നമ്പർ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ടോൾ ഫ്രീ നമ്പറാണ് അയ്യൂബ് ഖാനെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് കോലത്തിൽ ഉള്ള തട്ടിപ്പുകളും ഇവൻ്റെ കയ്യിലുണ്ട്. ക്രിപ്റ്റോ വേണോ, ടോക്കൺ വേണോ, അല്ലെങ്കിൽ മണി ചെയിൻ വേണോ, വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ന് പണം വരുന്നത് വേണോ, അല്ലെങ്കിൽ 48 രൂപയുടേത് 3000-ന് വിൽക്കുന്ന പരിപാടി വേണോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവനെ വിളിച്ചാൽ കിട്ടില്ല എന്നും അതിന് ഇവനൊരു ടോൾ ഫ്രീ നമ്പർ ആക്കിയിട്ടുണ്ട്. 1 ഞെക്കിക്കഴിഞ്ഞാൽ ഇത്, 2 ഞെക്കിക്കഴിഞ്ഞാൽ ഇത്, നിങ്ങൾ ഒരുപാട് പൈസ ഉള്ളവനാണെങ്കിൽ ഇത് ഞെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ. ഇതൊക്കെ കേട്ടിട്ട് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ മിസ്റ്റർ അയ്യൂബ് ഖാനെ തന്നെ നേരിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് 9 ഞെക്കുക എന്ന് പറയുന്ന സംവിധാനം അവൻ്റെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അയ്യൂബ് ഖാൻ വന്നു. അയ്യൂബ് ഖാൻ പറയുന്നു, കമ്പനിയെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറയരുത്, നമ്മുടെയൊക്കെ ലീഡർമാരെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയരുത്. ലീഡർമാരൊക്കെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അവരെ പോലെ തന്നെ കോടിപതികളാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദൈവമായ പ്രതാപൻ സാറുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന ദൈവപുത്രന്മാരാണ് അവരൊക്കെ. അവർ ഈ കമ്പനി ഒരു പ്രതിസന്ധി എന്നേ പറയാൻ പാടില്ല, പൂട്ടി എന്ന് പറയാൻ പാടില്ല. പൂട്ടി എന്ന് നമ്മൾ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് പൂട്ടി. പ്രതിസന്ധി വന്ന സമയത്ത് അവർ അന്നം തേടി വേറെ കമ്പനിയിലേക്ക് പോയതാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ കുറ്റം പറയരുത്. ഇവനും അതേപോലെ ചെയ്തതാണ്. ഇവൻ അതേപോലെ UBT ടോക്കൺ എന്തെല്ലോ കോലത്തിലുള്ള തട്ടിപ്പുമായിട്ട് നടക്കുന്നതാണ്. വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രസം, ഇങ്ങനെ നയിക്കാതെ പൈസ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനാണെങ്കിലും വേറെ പണിക്ക് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു തൊഴിലിന് പോകാനോ, ഇനിയിപ്പം പട്ടിണി കിടന്ന് മരിച്ചാൽ തന്നെ വേറെ മെയ്യനങ്ങി പണിയെടുക്കാൻ ഇവറ്റകൾ തയ്യാറാവില്ല എന്നുള്ളതാണ്. എന്തായാലും ആൾക്കാരെ പറ്റിക്കുക തിന്നുക എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഈ നായ്ക്കൾ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു വേറൊരു കാര്യം പറയാം. നമ്മളോടൊക്കെ സഹകരിച്ച് ഈ ഹൈറിച്ച് തട്ടിപ്പാണ്, അല്ലെങ്കിൽ ജിനിൽ അങ്ങനെത്തോനാണ്, മറ്റോള് ഇങ്ങനത്തോളാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് വെളിപ്പെടുത്തിയത്, ഞാൻ ജിനിലിൻ്റെ ഗ്രാവിറ്റി മെട്രോയില് പൈസ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് പൈസ ഇട്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ഹൈറിച്ചിൽ ഒരുപാട് പൈസ പോയിട്ടുണ്ട്, ഇന്നൊവേഷനിൽ പൈസ പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ചേരണം. ഇതെന്തായാലും പൊട്ടുമായിരിക്കും, പക്ഷെങ്കിൽ ആദ്യം തന്നെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും എന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്.
അപ്പോൾ എനിക്ക് ഇത് അറിഞ്ഞ ശേഷം ഞാൻ 2 മാസം മുമ്പേ ഒരു മാസം മുമ്പേ വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് പൈസ കിട്ടി, എനിക്ക് ആ മറ്റേ നഷ്ടപ്പെട്ട പൈസേൻ്റെയൊക്കെ ലാഭം കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രാവിറ്റി മെറ്റ പൂട്ടി എന്നറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെയും എൻ്റെ കുടുംബക്കാരുടെയും കുറച്ച് പൈസയും കൂടി കിട്ടാനുണ്ട്, അതും പോയി. കുറച്ച് പൈസയേ ഉള്ളൂ, ഒരു $70, ഒരു മറ്റേ കുടുംബക്കാരിക്ക് ഒരു $30, അങ്ങനെ ഒരു $100 കൂടി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഇട്ട പൈസയെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേങ്കിൽ അതും പൂട്ടിപ്പോയി. എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തകരാറ് സംഭവിച്ചത് കൊണ്ട് അവർ ആ പരിപാടി പ്രൊജക്റ്റ് നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ പൈസ കിട്ടാൻ സാധ്യതയുണ്ട്, ആൾക്കാരെ പറ്റിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവന്മാർ, ഈ പട്ടികൾ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുള്ളൂ. അത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ, പിന്നിലെ കൂടിയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലെ അവസ്ഥ പറഞ്ഞു. ഇനി ആരും അവിടെ ജിനലിനെ കുറിച്ചോ ഫിജീഷിനെ കുറിച്ചോ ഇനി വേറെ ഏത് കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോയി അർമാദിക്കുന്ന ലീഡർമാരെ കുറിച്ച് ഒരക്ഷരം അവിടെ മിണ്ടില്ല. അവിടെ മിണ്ടുകയാണെങ്കിൽ എടുത്ത് വെളിയിൽ കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്ന പോലെ ചാവുട്ടി പുറത്താക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി അവിടെ ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ചേർത്ത ലീഡർമാരെ കുറ്റം പറഞ്ഞുകൂടാ, കമ്പനി കുറ്റം പറയാറില്ല, കമ്പനി കുറ്റം പറയാറ് പറ്റില്ല. ഇനി നമ്മുടെ 3ാമത്തെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരു സത്യക്രിസ്ത്യാനിയുടെ കള്ളത്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, ഞാൻ സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞ് നടക്കാറ്. നിരവധി യൂട്യൂബ് വീഡിയോകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചേനെ, അതിൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോകും, ദുബായിലടക്കം പോയിട്ട് ആൾക്കാരെ പറ്റിച്ച സ്ത്രീയെ വെളുപ്പിക്കുന്നത് വെറും വീട്ടമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ ശ്രീനാ മാഡം എന്ന് വിളിക്കുന്ന കമ്പനിയുടെ CEO ആയ, എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിറങ്ങി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്ന പ്രതാപൻ ഗ്രീൻ ഗോ തട്ടിപ്പിൽ പെട്ടതുകൊണ്ട് ഇവനെ 4 ആൾ അറിയും, ഇവൻ തട്ടിപ്പ് വീരനാണ് എന്ന് 4 ആൾ അറിയുന്നത് കൊണ്ട് അവനെ വീട്ടിലിരുത്തി ഈ പെണ്ണും പിള്ളയായിരുന്നു എല്ലാ തട്ടിപ്പുകൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത്, മുന്നിൽ നിന്ന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടി സത്യക്രിസ്ത്യാനി പറയുകയാണ്, സത്യം മാത്രം പറയുന്ന സത്യക്രിസ്ത്യാനി പറയുകയാണ് വെറും വീട്ടമ്മയാണ്. എത്ര തെളിവ് വേണോ CEO എന്ന് പറഞ്ഞിട്ട്, എത്ര രേഖകൾ ഒപ്പുവെച്ചിട്ടുണ്ട് CEO എന്ന് പറഞ്ഞിട്ട്, എത്ര സർക്കുലറുകളുണ്ട്, എത്ര വീഡിയോ വേണം? സത്യക്രിസ്ത്യാനി ഇമാതിരി കളവൊന്നും പറയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ജീവിക്കാൻ വേണ്ടിയിട്ട് ഏത് കള്ളൻ്റെയും വക്കാലത്തെടുക്കാം, പക്ഷെങ്കിൽ സത്യക്രിസ്ത്യാനിയാണെന്ന് മാത്രം പറയരുത്. ബൈ.